MA Sons Golden Diamonds. കുട്ടികളെ കയറ്റിപ്പോയ ഫിറ്റ്നസ് ഇല്ലാത്ത സ്കൂൾ ബസ് പിടികൂടി മണ്ണാർക്കാട് മോട്ടോർ വാഹന വകുപ്പ്. മണ്ണാർക്കാട് KTM ഹൈസ്കൂളിന്റെ ബസ്സാണ് ഫിറ്റ്നസ് ഇല്ലാതെ നിരത്തിലിറങ്ങിയത്. ഫിറ്റ്നസ് ടെസ്റ്റ് പൂർത്തിയാക്കി സ്റ്റിക്കർ പതിക്കാതെ കുട്ടികളെ കയറ്റിപ്പോയ സ്കൂൾ ബസ് മോട്ടോർ വാഹന വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. ബസ്സിനെ പിന്തുടർന്നെത്തിയ ഉദ്യോഗസ്ഥർ ബസ് കസ്റ്റഡിയിലെടുത്തു. രേഖകൾ പരിശോധിച്ചതിൽ ബസ് ചടയമംഗലത്തെ സ്കൂളിന്റെ പേരിലും ഓടുന്നത് മണ്ണാർക്കാടുമാണെന്ന് കണ്ടെത്തി. ഒരാഴ്ച മുമ്പാണ് തച്ചമ്പാറ ദേശബന്ധു സ്കൂളിന്റെ വാഹനത്തിന്റെ വാതിൽ കുട്ടികളെ കയറ്റി വരുന്നതിനിടെ തകർന്നു വീണത്. മണ്ണാർക്കാട് RTOയുടെ ഡാറ്റയിൽ ഉൾപ്പെടാത്തതും ഫിറ്റ്നസ് ഇല്ലാതെ കുട്ടികളെ കയറ്റിപ്പോയതും ഗുരുതര പിഴവെന്ന് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ മുഹമ്മദ് റഫീഖ് പറഞ്ഞു. പിഴ ഈടാക്കി റിപ്പോർട്ട് വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറും. ഞങ്ങളത് റെഗുലർ ചെക്കിങ്ങിൽ ഞങ്ങളിതിൽ കണ്ടതാണ്. ഈ വാഹനത്തിന് ടെസ്റ്റ് ഇല്ലാതെ ഓടുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽ പെടാതിരിക്കാൻ കാരണം ഇത് ഇവിടെ രജിസ്റ്റർ ചെയ്യാത്ത വാഹനമാണ്. അപ്പോൾ ഇതുപോലുള്ള പല വാഹനങ്ങളും സർവീസ് നടത്തുന്നതായിട്ട് ഇപ്പോൾ നമ്മളുടെ ശ്രദ്ധയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എല്ലാ സമയവും സ്കൂൾ ടൈമുകളിൽ സ്കൂളിലേക്ക് കുട്ടികൾ വരേണ്ട സമയങ്ങളിൽ ഞങ്ങൾ റോഡിലിറങ്ങി വാഹനം പരിശോധിക്കുകയാണ്. അങ്ങനത്തെ ഒരു പരിശോധനയുടെ ഭാഗമായിട്ടാണ് കുട്ടികളെ ഇറക്കി കൊണ്ടുവരായിരുന്ന വാഹനം ടിപ്പു സുൽത്താൻ റോഡ് മുക്കണ്ണത്ത് വെച്ചിട്ട് ഞങ്ങൾ കണ്ടത്. അതിൻ്റെ പുറകിൽ വരികയായിരുന്നു. ഈ സ്കൂളാണെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കുറച്ചും കൂടെ റെപ്യൂട്ടഡ് ആയിട്ട് നടത്തപ്പെടുന്ന സ്കൂളുകളുടെ ലിസ്റ്റിലാണ് ഞങ്ങൾ ഈ സ്കൂളൊക്കെ പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ സ്കൂളിലേക്ക് വാഹനം കയറ്റിയപ്പോഴാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോഴുള്ള അവസ്ഥ വാഹനത്തിൽ നിറയെ കുട്ടികളെയായിട്ട് സർവീസ് നടത്താൻ തയ്യാറായി ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. തൽക്കാലം നമ്മൾ വാഹനം പിടിച്ചെടുത്തിട്ടുണ്ട്. പിടിച്ചെടുത്ത് കുട്ടികളെ മറ്റുള്ള യാത്രാ സൗകര്യത്തിന് അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഇവിടെ അധ്യാപകരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബാക്കി ഡ്രൈവറോടും ഇതിൻ്റെ ചാർജുള്ള അധ്യാപകനോടും ബഹുമാനപ്പെട്ട മണ്ണാർക്കാട് ജോയിന്റ് RTO കണ്ട് വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ നമ്മൾ ഫിറ്റ്നസ് ഇല്ലാത്തതിനും പെർമിറ്റ് ഇല്ലാത്തതിനും ബാക്കിയുള്ള നമ്മൾ വാഹനം പരിശോധിച്ച് കണ്ട ഒഫൻസുകളുടെ പേരിൽ ഇപ്പോൾ നമ്മൾ ഈ ചലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് നിശ്ചയമായും നമ്മൾ വിദ്യാഭ്യാസ വകുപ്പിന് റിപ്പോർട്ട് ചെയ്യും. ബഹുമാനപ്പെട്ട പാലക്കാട് RTOയുടെ നിർദ്ദേശപ്രകാരം നേരത്തെ തന്നെ അദ്ദേഹം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമ്മൾ നിശ്ചയമായും വിദ്യാഭ്യാസ വകുപ്പിന് ഇത് റിപ്പോർട്ട് ചെയ്യും. ബാക്കിയുള്ള നടപടികൾ ഇതിനപ്പുറത്തുള്ള നടപടിയായാലും ഭാഗ്യവശാൽ സ്കൂൾ സമയം കഴിഞ്ഞ് ഇനി കുട്ടികളെ കൊണ്ടുപോകാനില്ല. അപ്പോൾ ഇനി ബാക്കിയുള്ള നടപടികൾ ഞങ്ങൾ ജോയിന്റ് RTOയുമായിട്ടും മറ്റു മേൽ ഉദ്യോഗസ്ഥന്മാരായിട്ട് ആലോചിച്ച് നടപടികൾ കൈക്കൊള്ളും. ചില കരുതലുകൾ ബന്ധങ്ങൾ പോലെ അമൂല്യങ്ങളാണ്. പഴരി ഗോൾഡ്, തലമുറകൾ കൈമാറിയ ആത്മബന്ധം.